ഫ്രണ്ട്സ് എല്ലാവർക്കും ഇൻഫോടെക്കിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഇലക്ട്രിക് ഹോവർ ബോർഡാണ്. സംഭവം നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന മെത്തേഡൊന്നല്ല നമ്മളിന്ന് യൂസ് ചെയ്യുന്നത്. നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് കളിക്കാനൊക്കെ നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്ന ഗിയർ മോട്ടർ ഇല്ലേ, അതായത് ഒരു 100 രൂപയായിട്ടേ വില വരുന്നുള്ളൂ. ആ ഒരു ഗിയർ മോട്ടർ വെച്ചിട്ടാണ് നമ്മളിന്ന് ഹോവർ ബോർഡ് ഉണ്ടാക്കാൻ പോകുന്നത്. സംഭവം ഒരു മോട്ടറില്ല, ഒരുപാട് മോട്ടറുകൾ വെച്ചാണ് നമ്മൾ ഇന്നത്തെ ഹോവർ ബോർഡ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ട്രേഡ് ചെയ്ത് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ബിനോമോ എന്നാണ് നമ്മുടെ ആപ്ലിക്കേഷന്റെ പേര്. ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ പൈസയുടെ മൂല്യം കൂടോ കുറയോ എന്നുള്ള ഗ്രാഫ് പ്രെഡിക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ പൈസ ഉണ്ടാക്കുന്നത്. ഇതൊരു ട്രേഡിംഗ് ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്, അതായത് പൈസ ലോസ് ആവാനും അതുപോലെ ഹൈ റിട്ടേൺസ് നമുക്ക് കിട്ടാനും സാധ്യതയുണ്ട്. ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 350 രൂപയാണ് ഇതിന്റെ മിനിമം ഡെപ്പോസിറ്റ് വരുന്നത്. നമ്മുടെ വീഡിയോയുടെ താഴെ കൊടുത്തിരിക്കുന്ന ഈ പ്രൊമോ കോഡ് നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ഡെപ്പോസിറ്റ് എത്രയായാലും അത് നമുക്ക് ഡബിൾ ആയിട്ട് കിട്ടും. ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ട്രേഡ് ചെയ്ത് പഠിക്കാനായിട്ട് ഡെമോ അക്കൗണ്ടിലേക്ക് $1000 ഇട്ട് തരുന്നുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ട്രേഡ് ചെയ്ത് പഠിക്കാനും പറ്റും. അതുപോലെ തന്നെ ട്രേഡ് ചെയ്ത് കിട്ടുന്ന പൈസ നമുക്ക് 24 മണിക്കൂറിനുള്ളിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും അതുപോലെ തന്നെ പേടിഎം വാലറ്റിലേക്കും വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ബിനോമോ ഹോണസ്റ്റ് ട്രേഡിംഗ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് വിട്ടാലോ മച്ചാമാരെ. അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഒരു മോട്ടർ, അതായത് ഒരു ഗിയർ മോട്ടർ വെച്ചാണ് നമ്മളിന്ന് നമ്മുടെ വണ്ടി ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അതായത് ഈ ഒരു മോട്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് അത്യാവശ്യം ഹൈ RPM ഇറങ്ങുന്ന ഒരു മിനി മോട്ടറിനെ ഒരു ഗിയർ സിസ്റ്റം വെച്ചിട്ട് ലോ RPM ഹൈ ടോർക്കും ആക്കി മാറ്റിയാണ്, അതായത് പവർ കൂട്ടിയാണ് ചെയ്യുന്നത്. ഇത് ഒരെണ്ണമൊക്കെ വെച്ചാൽ നമുക്കറിയാം സിമ്പിളായിട്ട് തുടങ്ങിപ്പോകും. പക്ഷേ നമ്മൾ ഇതിൽ എടുക്കുന്നത് ഒരുപാട് മിനി മോട്ടറുകളും ഇതുപോലത്തെ ഒരു ഗിയർ സിസ്റ്റം ആയിട്ടുള്ള ഒരുപാട് മോട്ടറുകളാണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ ഒരു മോട്ടർ വെച്ചാൽ ഇത് ഉണ്ടാക്കുന്നത് ഒരുപാട് മോട്ടറുകൾ ഇതുപോലത്തെ നമ്മുടെ കയ്യിലിരിപ്പുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 24 വീലും 24 മോട്ടറും വരുന്ന ഒരു പെയറായിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ജസ്റ്റ് നമ്മൾ ഈ ഒരു വീലിലേക്ക് നമ്മുടെ ഗിയർ മോട്ടർ ഇങ്ങനെ കയറ്റി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ട, ഇതുപോലത്തെ 24 എണ്ണം നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ഗിയർ മോട്ടർ നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കുന്നത് ഒരു 6 വോൾട്ടിന്റെ ലിഥിയം അയൺ ബാറ്ററി വെച്ചിട്ടാണ്. ഇതൊരു പെയർ നമ്മൾ ഉണ്ടാക്കിയെടുത്താണ്. ജസ്റ്റ് ആ വയർ നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ വീല് കറങ്ങുന്നത് കാണാൻ പറ്റും. ഇത് ലോ RPM ഹൈ ടോർക്കും ആണ്, അതായത് പവർ കൂടുതലായിട്ടാണ് ഇത് കറങ്ങുന്നത്. അപ്പോൾ ഈ ഒരു ബാറ്ററി വെച്ചിട്ടാണ് നമ്മുടെ എല്ലാ മോട്ടറുകളും നമ്മൾ പവർ അപ്പ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഈ ഒരു ചെറിയ ബാറ്ററി വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്, അറിയില്ല കേട്ടോ. ഇനി നമ്മുടെ ബോർഡ് നമ്മൾ എടുക്കാൻ പോവാണ്. അതായത് നമ്മുടെ 24 മിനി മോട്ടറും നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ബോർഡ്. ഇതിന്റെ സൈഡുകളിലായിട്ടാണ് നമ്മുടെ മോട്ടർ നമ്മൾ വെക്കുന്നത്. വീൽ വെക്കുന്ന ആ ഒരു വെള്ള പീസ് പുറത്തേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ എല്ലാ മോട്ടറും വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഹോട്ട് ഗ്ലൂ ആഡ് ചെയ്തു, അതിനുശേഷം നമ്മൾ നേരെ നമ്മുടെ ഓരോ മോട്ടറായിട്ട് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു സൈഡിൽ 12 മോട്ടറുകൾ, അതായത് 12 ഗിയർ മോട്ടറുകൾ നമ്മൾ വെച്ച് സെറ്റ് ചെയ്തു. ഇതേ പ്രൊസീജിയർ തന്നെ നമ്മൾ അപ്പുറത്തെ സൈഡിലും ഫോളോ ചെയ്യുക. അതായത് ഇതേ കണ്ട ആ ഒരു ഗ്യാപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് ഹോട്ട് ഗ്ലൂവിൽ നിർത്തിയൊക്കെയാണ് നമ്മുടെ മോട്ടറിനെ. ഹോട്ട് ഗ്ലൂവിൽ നിർത്തിയെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ബലം ഉണ്ടാവില്ല, അതിൻ്റെ ബലം കൂട്ടാനായിട്ട് നമ്മൾ വേറെ പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ 24 മോട്ടറുകൾ നമ്മുടെ ഈ ഒരു ഫ്ലൈവുഡിൻ്റെ പീസിൽ നമ്മൾ വെച്ചു. ഇനി ഇത് എല്ലാം നമുക്ക് ഒറ്റ കണക്ഷനാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ പാരലായിട്ടാണ് ഓരോ മോട്ടറും കൊടുക്കുന്നത്. ശ്രദ്ധിക്കണം, സീരിയസ് ആയിട്ട് കൊടുക്കരുത്. പാരലായിട്ടാണ് നമ്മൾ ഈ മോട്ടറുകളൊക്കെ നമ്മൾ കണക്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ ചെറിയ ചെറിയ വയറിൻ്റെ പീസുകൾ എടുത്തിട്ട് നമ്മുടെ മോട്ടർ മൊത്തം നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതായത് ഒറ്റ കണക്ഷനിൽ തന്നെ എല്ലാ മോട്ടറിലേക്കും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്ത് സെറ്റാക്കിയിരിക്കുന്നത്. മച്ചമാരെ, ഇപ്പോൾ നമ്മുടെ ഈ ഒരു ബോർഡിൽ നമ്മൾ 24 ഗിയർ മോട്ടറുകൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഗ്ലൂഗൺ വെച്ച് ഒട്ടിച്ചു. അതിനുശേഷം നമ്മൾ പാരലായിട്ട് വയർ വെച്ച് കണക്ട് ചെയ്തെടുത്തേക്കാണ്. അപ്പോൾ നമ്മൾ ഒറ്റ കണക്ഷനിൽ തന്നെ എല്ലാ മോട്ടറും നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ചെക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ വീലുകളൊക്കെ എടുത്ത് നേരെ നമ്മുടെ മോട്ടറിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വീലുകളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് എന്താ ഗുണം എന്ന് വെച്ചാൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് കാണാൻ പറ്റും. എല്ലാം ഒരു ഡിറക്ഷനിലാണോ കറങ്ങുന്നത്, അതുപോലെ തന്നെ എല്ലാം യൂണിഫോം ആയിട്ടാണോ കറങ്ങുന്നത്, എല്ലാ കാര്യങ്ങളും നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഒരു സൈഡിലത്തെ മോട്ടറുകൾ 12 മോട്ടർ നമ്മളിത് സെറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മളിനി നേരെ ചെക്ക് ചെയ്ത് നോക്കാൻ പോവാണ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഒരു സൈഡിൽ നമ്മളിത് വീല് സെറ്റ് ചെയ്തു. ഇനി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. ഇനി നമ്മുടെ ബാറ്ററി പാക്ക് എടുത്ത് പവർ അപ്പ് ചെയ്ത് നോക്കാണ്. ഓക്കെ, സംഭവം നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും. നമ്മുടെ ഗിയർ മോട്ടറിൽ അറ്റാച്ച് ചെയ്ത എല്ലാ വീലുകളും ഒരേ ഡിറക്ഷനിലാണ് കറങ്ങുന്നത്, എല്ലാം പ്രോപ്പറായിട്ട് കറങ്ങുന്നുണ്ട്. ഇനി ഇതിൽ ചെയ്യാനുള്ളത് ചെറിയൊരു ഫ്രെയിം വർക്കാണ്, പിന്നെ ഒരു ചെറിയ സ്വിച്ച് സെറ്റ് ചെയ്യുന്ന പരിപാടി കൂടി ഉണ്ട്. ഫ്രെയിം നമ്മൾ ചെയ്യുന്നത് ഇരുമ്പിൻ്റെ പീസ് എടുത്തിട്ടാണ്. അപ്പോൾ നമ്മൾ ഹാൻഡിൽ സെക്ഷനാണ് കേട്ടോ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഹൈറ്റിനാണ് നമ്മൾ ഹാൻഡിൽ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു ബേസിൽ നമ്മുടെ ഹാൻഡിൽ സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് അവിടേക്ക് അറ്റാച്ച് ചെയ്ത് വയ്ക്കാൻ പറ്റും. നമ്മുടെ ബോർഡിനും ഒരു പവറായിരിക്കും. ഇനിയിപ്പോൾ ദേ നമ്മളൊന്ന് കളർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ദേ നമ്മുടെ ഹാൻഡിൽ സെക്ഷൻ അതുപോലെ ആ ഒരു ബേസ് വരുന്ന പീസൊക്കെ നല്ല അടിപൊളി ഒരു ഫ്ലൂറസെൻ്റ് കളറിൽ, ഫ്ലൂറസെൻ്റ് ഓറഞ്ചിൽ അങ്ങോട്ട് സെറ്റാക്കിയേക്കാണ്. ഇനിയിപ്പോൾ ദേ നമ്മുടെ ബോർഡിൻ്റെ മുകളിൽ ഒരു ചെറിയ ഫ്ലൈവുഡിൻ്റെ പീസ് കൂടി നമുക്ക് വെക്കണം ബലപ്പെടുത്താനായിട്ട്. അപ്പോൾ ഹോട്ട് ഗ്ലൂ വെച്ചു. അതിൻ്റെ മുകളിൽ നമ്മളത് ഈ ഒരു ബോർഡ് എടുത്ത് വെച്ചു. ഒന്ന് അമർത്തി കൊടുത്ത് സെറ്റ് ചെയ്തെടുക്കണം നമുക്ക്.
ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ പെയിന്റ് അടിച്ചെടുത്ത ഇരുമ്പിൻ്റെ ആ ഒരു ഫ്രെയിം എടുക്കുക. അതിൽ നമ്മൾ ഓൾറെഡി ഹോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഹോളിൻ്റെ അടയാളം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് നമ്മുടെ ചേച്ചിയുടെ ലിപ്സ്റ്റിക് എടുത്ത് ബഡ്സ് ഒന്ന് കുത്തി കണ്ടോ, കറക്റ്റായിട്ട് ഇപ്പോൾ നമുക്ക് ആ ഒരു പാട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഹോൾ ചെയ്തെടുക്കണം നമുക്ക്. അപ്പോൾ ഈ ഒരു ഹോൾ നമ്മൾ ചെയ്യുന്നത് അടിവരെ എത്തണം. നട്ട് ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്യാനുള്ളതാണ് നമുക്ക്. കണ്ടോ, അപ്പോൾ നമ്മുടെ ആ ഒരു ലിപ്സ്റ്റിക്ക് വെച്ച് നമ്മൾ ബഡ്സ് ഇട്ട് കുത്തിയപ്പോൾ കറക്റ്റായിട്ട് ആ ഹോള് നമുക്ക് കാണാൻ പറ്റി. അപ്പോൾ നമ്മൾ ഇനി നട്ട് ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ബലത്തിന് വേണ്ടിയിട്ട്, അതായത് തെന്നിപ്പോതിരിക്കാൻ ഒരു വാഷറും കൊടുത്തിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ നമ്മൾ സ്പാനറൊക്കെ വെച്ച് ടൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ നല്ല കുട്ടപ്പനായിട്ടിരുന്നോളും, നല്ല ബലമായിരിക്കും. അങ്ങനെ നമ്മുടെ 24 ഹോളല്ല 20 ഹോളാണെന്ന് തോന്നുന്നു. 20 ഹോൾ നമ്മൾ ഇട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അവസാനത്തെ പണി നമ്മുടെ വീലൊന്ന് അറ്റാച്ച് ചെയ്ത് വെക്കണം. ഇതിനിടയിൽ നമ്മൾ ബാറ്ററി മൊത്തത്തിലൊന്ന് പവറപ്പ് ചെയ്ത് കൊടുത്തായിരുന്നു. ആ ഒരു സീൻ നമ്മൾ എടുത്തത് മിസ്സായിപ്പോയി. നമ്മുടെ മൊത്തം മോട്ടറിൽ നിന്നും എടുത്ത് നമ്മൾ പവറപ്പ് ചെയ്തായിരുന്നു. അപ്പോൾ ഇതേ ഇനി ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ ഇതേ വീലുകൾ ഇട്ട് കൊടുക്കുക. നമ്മുടെ സ്വിച്ച്, അതായത് നമ്മുടെ മോട്ടർ കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ചിൻ്റെ വയർ നമ്മൾ പുറത്തേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഓക്കെ, നമ്മുടെ സെക്ഷൻസ് മൊത്തം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മച്ചാമാരെ, അങ്ങനെ നമ്മുടെ 24 ഗിയർ മോട്ടറും ടയറും വെച്ചിട്ടുള്ള ഹോവർ ബോർഡ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ സംഭവം ആദ്യം എനിക്ക് ഓടിക്കാനുള്ള ഒരു സൈസിലാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചായിരുന്നേ. പക്ഷേ ഇത്ര മോട്ടറുണ്ട് എന്നെ താങ്ങുമെന്ന് അറിയാത്തതുകൊണ്ട് ഉണ്ടാക്കി വന്നപ്പോൾ നമ്മൾ നമ്മുടെ പൊടിക്കൊക്കെ കയറാവുന്ന പരുവത്തിന് ആക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇവിടെയാണ് നമ്മുടെ സ്വിച്ച് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ചെറിയൊരു കോളിംഗ് ബില്ലിൻ്റെ സ്വിച്ചാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബാറ്ററി പവറപ്പ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഇത് കണ്ട കോളിംഗ് ബില്ലുമ്പോൾ ഞെക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി മൂവ് ആവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. മച്ചാമാരെ, അപ്പോൾ നമ്മുടെ ഹോവർ ബോർഡ് നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ പൊടിക്കൊക്കെ കളിക്കാൻ പറ്റുകയാണ് നമ്മൾ ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അടുത്തായിട്ട് നമ്മുടെ പൊടി ഇത് ഓടിച്ചു നോക്കാൻ പോകണം. പൊടി ഓടിച്ചു നോക്കണ്ടേ? ഇഷ്ടമായത് എന്നാ ഓടിച്ചു നോക്കിയേ. എങ്ങനെ ഓടിക്കുക? അന്നേക്ക് ആയി നമ്മുടെ പൊടി നല്ല ഹാപ്പി ആയിട്ടുണ്ടോ പോകുന്നത്? എങ്ങനെയുണ്ട്? ഇഷ്ടമായ? നല്ല രസമുണ്ടോ ഓടിക്കാൻ? എങ്ങനെ വളയ്ക്കുന്നീ? മച്ചാമാരെ, ഇതിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇത് വളയ്ക്കാനുള്ള ഒരു സെറ്റപ്പ് നമ്മൾ ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒരു സിമ്പിൾ ടോയ് ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതാണ് നേരെ തന്നെ പോകുന്നത്. ഇനിയിപ്പോൾ നീ എങ്ങനെ നിർത്താത്? എങ്ങനെ നിർത്തിയേ? കൈവിട്ടു. ഇഷ്ടമായ സാധനം? ആ, ശരിക്കും ഇഷ്ടമായി. ആ, open eye, feel the waves cut through me, hypnotized by the sounds I'm breathing in. Hold tight, chemicals collide. Hold tight, hold tight, hold tight. Dripping lights paint the skies, all because of you. Dripping lights paint the skies, only you can make me move. You can make me move. Can make me move. You can make me move. Can make me. അപ്പോൾ മച്ചാമാരെ, നമ്മുടെ ഇന്നത്തെ ഇലക്ട്രിക് ഹോവർ ബോർഡ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ കയറി നിൽക്കണമെന്ന് വിചാരിച്ചാണ് ഉണ്ടാക്കിയത്. പക്ഷേ അവസാനം ഇപ്പോൾ എനിക്കൊരു പേടി, എങ്ങാനും പടപടാന്ന് പറഞ്ഞിട്ട് എല്ലാ മോട്ടറും ഒടിഞ്ഞു പോകുന്നു. വേണമെങ്കിൽ ഒന്ന് ടെസ്റ്റ് അടിക്കായിരുന്നു, പക്ഷേ വേണ്ടെന്ന് വെച്ചു. നമുക്ക് അത്രയും സാധനം വെറുതെ കളയണമെന്ന് വിചാരിച്ചിട്ട് കയറി നിന്നില്ല. അപ്പോൾ നമ്മുടെ കുഞ്ഞനല്ല നമ്മുടെ പൊടി കയറിയിട്ട് നല്ല അടിപൊളിയായിട്ടാണ് നമ്മുടെ ഹോവർ ബോർഡ് ഓടിച്ചു പോയത്. അവന് ധൈര്യം സമ്മതിച്ചു കൊടുക്കണം കേട്ടോ. ആ ഒരു പ്രായത്തിൽ നമുക്ക് കയറി ഒന്ന് ഓടിക്കാനുള്ള ധൈര്യം ആദ്യമായിട്ടാണ് പുള്ളി അങ്ങനെയൊക്കെ കാണിക്കുന്നത്. അപ്പോൾ മച്ചാമാരെ, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ വീഡിയോസ് ലഭിക്കാനായിട്ട് എംഫോടെക് യൂട്യൂബ് ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ബിനോമോ ഹോണസ്റ്റ് ട്രേഡിംഗ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മച്ചാമാരെ, ഇത് നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ക്യാമറ പേഴ്സൺ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.